ഹായ് വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്നത്തെ എക്സാം നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നമുക്കറിയാം കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പല പ്രാവശ്യവും ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലപ്പോൾ ടഫായിട്ട് വരാറുണ്ട്. ഇന്ന് ഒരു ആവറേജ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ആ കൺസെപ്റ്റുകൾ മനസ്സിലായാൽ മാത്രമേ ആൻസർ ചെയ്താൻ പറ്റൂ. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് ഓടിച്ച് നോക്കാം ഇന്നത്തെ ആൻസർ എന്തൊക്കെയായിരിക്കും. നിങ്ങൾ നോക്കൂ, ഫസ്റ്റത്തെ ചോദ്യം, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അങ്ങനെയുള്ള കുട്ടികൾ സപ്പോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന പാഠപുസ്തകം അല്ലെ, ടെക്സ്റ്റ് ബുക്ക് എന്താണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്? എൻറിച്ചഡ് ലേണിംഗ് മെറ്റീരിയൽസ്. നമുക്കറിയാം എൻറിച്ചഡ് ലേണിംഗ് മെറ്റീരിയൽസ് ആർക്കുള്ളതാ? അത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതാ. പിന്നെ സപ്പോർട്ടിംഗ് ലെസൺസ്, അത് അങ്ങനെ ഒരു പേരുണ്ടോ? അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്ക്, അഡീഷണൽ ബുക്സ്. അപ്പോൾ എന്താ യൂസ് ചെയ്യുന്നത്? അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്കുകളാണ് കൊടുക്കാറുള്ളത്. ഇതാണ് ആൻസർ. എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ദ യൂസ് ഓഫ് പ്ലസന്റ് ആൻഡ് അൺപ്ലസന്റ് റീഇൻഫോഴ്സ്മെന്റ് ടു ചേഞ്ച് ബിഹേവിയർ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ്, അതായത് സന്തോഷവും അതുപോലെ സന്താപകരവുമായ ദുഃഖവും നിറഞ്ഞ പ്രബലനങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുന്നത്. കുട്ടിക്ക് റെസ്പോൺസ് കിട്ടുന്നതിനനുസരിച്ചാണ് കുട്ടിയിൽ ബിഹേവിയറൽ ചേഞ്ച് വരുന്നത്. അത് പോസിറ്റീവ് ആവും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. നമുക്കറിയാം പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ പഠിച്ചില്ലായിരുന്നോ? അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ട്രയോളജി ഓഫ് ലേണിംഗ്, തിയറി ഓഫ് കണ്ടീഷനിങ്, തിയറി ഓഫ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഏതാണ്? നമുക്കറിയാം അത് തിയറി ഓഫ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻ റിലേഷൻ ടു ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ. നമുക്കറിയാം നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും കിട്ടും. അതിൽ ചുവടെ ഉണ്ടാവും, മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്രിയേറ്റീവുമായി ബന്ധപ്പെട്ടത് ആങ്സൈറ്റി. നിങ്ങൾക്കറിയാം ഒരു സർഗാത്മകത, ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയിൽ ഒരു ഉത്കണ്ഠയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ തീർച്ചയായും ശരിയല്ല. അപ്പോൾ ഇതിൽ അങ്ങനെയുണ്ട്, അത് തെറ്റാണ്. രണ്ടാമത് നോക്കൂ, സ്പോർട്ടിങ് ഇൻഫീരിയോറിറ്റി. കണ്ടോ, അപകർഷത ഉണ്ടാവുമോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ശരിയാവില്ല. നെക്സ്റ്റ് നോക്കൂ, ഫ്ലുവൻസി, ഡൈവേർജന്റ് തിങ്കിങ്. അതെ, വാചാലത ഉണ്ടാവും, ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടാവും, ഇൻഹിബിഷൻ ഉൾക്കാഴ്ച, ആൻഡ് ഒറിജിനാലിറ്റി, അതിനൊരു ഒറിജിനാലിറ്റി മൗലികത ഉണ്ടാവും. തീർച്ചയായും അത് ശരിയാണ്. ഈ നാലാമത്തും കൂടി നോക്കാം, അതിലെന്താ മിസ്റ്റേക്ക് ഉള്ളത്? അതിൽ ആങ്സൈറ്റി എന്നുള്ളൊരു ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, നാലാമത്തത്. ഇവിടെ പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാക്കുന്നതിന് ഇംഗ്ലീഷ് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വിച്ച് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ അറ്റ് ദ പ്രൈമറി ലെവൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ലേണിംഗ് വിത്ത് മാസ്റ്ററി. കുട്ടിയുടെ നല്ല മാസ്റ്ററിയിൽ കുട്ടിക്ക് പഠനം ലഭിക്കണം. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഏത് ലാംഗ്വേജ് ആണ്? മദർ ടങ് ഓഫ് ദ ചൈൽഡ്, മീഡിയം ഓഫ് ഇംഗ്ലീഷ്, മീഡിയം ഓഫ് ഹിന്ദി, ഓൾ ഓഫ് ദി എബോവ്. നമ്മളെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് ഇവിടെ ഏറ്റവും ആപ്റ്റായ ആൻസർ ഇപ്പോൾ ഹിന്ദിയാണ് മദർ ടങ് എങ്കിൽ ആ കുട്ടിക്ക് ഹിന്ദി ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് മദർ ടങ്ങിൽ തന്നെയാണ്. മാത്രമല്ല ഇത് ചോദ്യം എവിടെയാണ്? പ്രൈമറി തലത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കുട്ടിയുടെ മാതൃഭാഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം. കുട്ടികൾക്കിടയിൽ കോഓപ്പറേഷൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഏത് ആക്ടിവിറ്റിയാണ് കൊടുക്കാൻ പറ്റുക? സ്റ്റോറി ടെല്ലിംഗ്, കുട്ടിയുടെ ഭാവനാശേഷി അല്ലെ ആ പറയാനുള്ള ശേഷിയൊക്കെ വർദ്ധിക്കും. സിംഗിങ് എ സോങ്, അതും കുട്ടികളിൽ അങ്ങനെയുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കും. പ്ലേയിങ് എ ഗെയിം കളിക്കുക. കുട്ടികൾക്കിടയിൽ നമുക്കറിയാം ഗെയിം ഒറ്റക്കല്ലാതെ ഗ്രൂപ്പായിട്ടുള്ള ഗെയിമില്ലേ, അതല്ലേ കുട്ടികൾക്കിടയിൽ കോഓപ്പറേഷൻ വളർത്താൻ ഏറ്റവും നല്ലത്. തീർച്ചയായും അത് തന്നെയാണ്. ഡ്രോയിങ് പിക്ചർ, അതും ഒറ്റയ്ക്കാണ് കുട്ടി വരയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സം സ്റ്റുഡൻസ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ ഇമോഷൻസ് ഓഫ് ചിൽഡ്രൻ ആർ ഗിവൺ ബിലോ. കുട്ടിയുടെ ഇമോഷനെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഈസ് നോട്ട് ട്രൂ? ഇതിൽ ശരിയല്ലാത്തത് ഏത്? നമുക്കറിയാം ഇമോഷൻസ് ആർ ഇൻറ്റൻസ്, തീവ്രമായിരിക്കും വികാരം കുട്ടികൾ, അങ്ങനെയല്ലേ? തീവ്രമായിട്ട് തന്നെ. ഇമോഷൻസ് ആർ ഫ്രീക്വന്റ്, കൂടെ ഓരോ ഇമോഷൻ പല രീതിയിൽ വരുന്നു. ഇമോഷൻസ് ആർ ടെമ്പററി, ചിലപ്പോൾ അത് അല്പായുസുള്ളതായിരിക്കും, ചിലപ്പോൾ കരയുന്നത് അല്ലേ ഭയങ്കര കരച്ചിലായി
പെട്ടെന്ന് തീർന്നു. സോ ഇമോഷൻസ് ആർ സ്റ്റേബിൾ, സ്ഥിരമായൊരു ഇമോഷൻ. അപ്പോൾ നമുക്കറിയാം കുട്ടികളിൽ എന്തല്ല, സ്ഥിരമായ ഇമോഷൻസ് അല്ല, വികാരങ്ങൾ സ്ഥിരമാണ് എന്നുള്ളത് യോജിച്ചതല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്കരൂപത്തെ ചിത്രീകരിക്കുക. ദ പ്രിസൈസ് ഐഡിയാസ് ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എൻകോംപസ് ഓൾ കൺസെപ്റ്റ് ടു ദി ലേണർ ഫ്രം എ ചാപ്റ്റർ റെക്കോർഡഡ് ഈസ് കോൾഡ്. അപ്പോൾ കുട്ടിയെ എന്ത് ചെയ്യുക, ഒരു കൺസെപ്റ്റ് ആക്കിയിട്ട് ഒരു ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ലേണിംഗ് സ്ട്രക്ചർ എന്നാണോ, അഡ്വാൻസ് ഓർഗനൈസർ ആണോ, കൺസെപ്റ്റ് മാപ്പാണോ, തിങ്കിങ് മാപ്പാണോ? ഏതാണ്? നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് ഇത്. ആശയ ചിത്രം, കൺസെപ്റ്റ് മാപ്പ് രൂപീകരിക്കുക. അതല്ലേ ഒരു ആശയത്തെ എന്ത് ചെയ്യുന്നു, ചുരുക്ക രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺസെപ്റ്റ് ചിത്രീകരിക്കുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നോക്കൂ, എട്ടാമത്തെ ചോദ്യം. ഒരു കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് എന്താണ്? അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൺസെപ്റ്റാണ്. അലോങ് വിത്ത് ദ നോളജ് ഓൾറെഡി അക്വേർഡ് ബൈ ദ ലേണർ. കുട്ടി ഒരു നോളജ് പഠിച്ചിട്ടുണ്ടാവും, അതിലേക്ക് ന്യൂ നോളജസ് ആർ ആഡഡ് കണ്ടിന്യൂസ്ലി. പതിയെ നോളജ് ആഡ് ചെയ്യുന്നു. ആൻഡ് ഗോ ഇൻ ടു ദ ഡീപ്പർ. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതനുസരിച്ച് കുട്ടി എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡീപ്പായ അഗാധതയിലേക്ക് പോകുന്നു. ആൻഡ് ഇന്നർ വോളിയം ഓഫ് ഐഡിയാസ്. അപ്പോൾ ഐഡിയ കൂടി വരുന്നു, അതിൻ്റെ ആശയങ്ങളിലേക്ക്, അഗാധമായ ആശയങ്ങളിലേക്ക് കുട്ടി പോകുന്നു. അപ്പോൾ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യില്ല, അറിവ് കൂടുന്നതിനനുസരിച്ച് അവൻ്റെ നോളജിൻ്റെ ആ പരിധി വ്യാപിക്കുന്ന ഈ കൺസെപ്റ്റ്. സ്പൈറലിംഗ് മെത്തേഡ്, ചാക്രികാരോഹണ രീതി, റെസിപ്രോക്കൽ മെത്തേഡ്, റിഫ്ലക്റ്റീവ് മെത്തേഡ്, ലൈനിയർ മെത്തേഡ് അല്ലെങ്കിൽ രേഖീയ രീതി. ഏതായിരുന്നു? നമുക്ക് ഈ കൺസെപ്റ്റ് അറിയാം, അത് സ്പൈറലിംഗ് ആണ് അല്ലെങ്കിൽ ചാക്രികാരോഹണ രീതിയാണ്. നമ്മളതൊക്കെ നേരത്തെ നമ്മളെ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ആ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, എബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെയുള്ള ചിത്രത്തിൽ ലെവൽ 5, അതായത് 5ാമത്തെ ലെവലിൽ ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത്. ഇത് നമുക്കറിയാം, മാസ്ലോയുടെ ഈ കൺസെപ്റ്റ് നിങ്ങൾ തീർച്ചയായും പഠിക്കേണ്ടതാണ്. ഇനി നാളെ എക്സാം എഴുതുന്നവർ ഇത് കാണണം, കാരണം ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നോക്കൂ, ഇതിൽ ഏറ്റവും 5ാമത്തെ ഏറ്റവും ടോപ്പ്, നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട, ഇത് നമുക്കറിയാം മാസ്ലോയുടെ ഏറ്റവും ഉയർന്ന നീഡാണ്. ഏത്? അതേതാണ്? നോക്കൂ, ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ. നമുക്കറിയാം അത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഏറ്റവും താഴെ വരുന്ന ഏതാണ്? ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ശ്രദ്ധിക്കുക, താഴെ വരുന്ന ഏതാണ്? ഫിസിയോളജിക്കൽ അല്ലേ? അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഏതാണ്? സേഫ്റ്റി ആണ്, സേഫ്റ്റി. മൂന്നാമത് വരുന്ന ഇവിടെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, അത് ഇവിടെ കൊടുത്തിട്ടില്ല. 4ാമത്തതാണ് എസ്റ്റീം നീഡ്, എസ്റ്റീം. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്ന ഏത് തരം പഠന വൈകല്യമാണ്? കുട്ടി ആ ഒരു സൈക്കിളാണ് പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് ലേണിംഗ് ഡിസബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഡിസ്ലെക്സിയ, അത് വായിക്കുന്നതല്ലേ. ഡിസ്കാൽക്കുലിയ എന്താണ്? അത് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. ഡിസ്നോമിയ അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി കേട്ടിട്ടില്ല. ഡിസ്പ്രാക്സിയ അത് കേട്ടിട്ടുണ്ടല്ലോ, അതാണ് മോട്ടോർ കോർഡിനേഷനുമായി ബന്ധപ്പെട്ടത്. സോ ആൻസർ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. നമ്മുടെ മോട്ടോർ കോർഡിനേഷൻ അല്ലേ, സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മുടെ എന്താണ് ശാരീരിക ചലനങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 11ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏതു തരം ബുദ്ധിയുമായി ബന്ധപ്പെട്ട്? ഈ ബുദ്ധി പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടതാണ് ആരാണ്? നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? സോഷ്യൽ ആയിട്ട് മാറാനാണ്. എബിലിറ്റി ടു മിങ്കിൾ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ്, ഇൻ്റർപ്രറ്റ് ദ ബിഹേവിയേഴ്സ് ഓഫ് അതേഴ്സ്. ഇത് ഏത് കൺസെപ്റ്റ്, ഏത് ബുദ്ധിയാണ്? ഇൻട്രാ പേഴ്സണൽ ആണോ, ഇന്റർ പേഴ്സണൽ ആണോ, എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ആണോ, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണോ? ഏതാണ്? നമുക്കറിയാം മറ്റുള്ളവരുമായി ഇടപഴകുക എന്നുള്ളത് അത് ഇന്റർ പേഴ്സണൽ, അതല്ലെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധി. ആന്തര വൈയക്തിക അല്ല കേട്ടോ, അത് മാറിപ്പോയത്. ഇൻട്രാന്ന് കാണുമ്പോഴേക്കും അത് ഇന്റർ എന്നായി പോകരുത്. തീർച്ചയായും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബ്ലാക്ക്
ബോർഡ്, അതുപോലെ വൈറ്റ് ബോർഡ് അധ്യാപകൻ ക്ലാസ്സിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പഠനോപകരണമാണ്. ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ഫലപ്രദമായി ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം, അപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡ് ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. അനിത ടീച്ചർ ഡിസൈഡഡ് ടു കണ്ടക്ട് എ സ്റ്റഡി ഓൺ ദിസ് മാറ്റർ. ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുകയാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സൈക്കോളജിക്കൽ റിസർച്ച്? ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു സൈക്കോളജിക്കൽ റിസർച്ച് എന്താണ്? നോക്കൂ, ഇത് കണ്ടെത്താൻ കേസ് സ്റ്റഡി നടത്തിയാൽ മതിയോ? ഒരു കുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നമാണ്, നമുക്ക് അത് നടത്താം. ക്ലിനിക്കൽ മെത്തേഡ് അതും പറ്റൂല. ആക്ഷൻ റിസർച്ച്, സോഷ്യോമെട്രി അറിയാം, നമുക്കറിയാം കുട്ടികൾക്കിടയിലുള്ള പരസ്പര ബന്ധത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ആൻസർ ഓപ്ഷൻ സി, ആക്ഷൻ റിസർച്ച് ആണ് ടീച്ചർ നടത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യ ബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം. ഇവിടെ നമുക്കറിയാം സൈക്കോ അനലിറ്റിക് തിയറി, ഫ്രോയിഡ് അല്ലേ? അതിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3 പ്രിൻസിപ്പിൾസ്. ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയുമായി കണക്റ്റഡ് ആരാണെന്നാ ചോദ്യം. ഓപ്ഷൻ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഏതാണ്? ഈഗോയാണല്ലേ? ഈഗോയാണ്. ഇഡു അല്ല, സൂപ്പർ ഈഗോ അല്ല. സോ നെക്സ്റ്റ് നോക്കൂ. മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്യുന്നു. സമയത്ത് ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് തന്നെ ടീച്ചറുടെ വർക്കുകളൊക്കെ ചെയ്യാൻ ആനന്ദം, അല്ലെ, സന്തോഷമാണ്. സോ പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത് ഇവിടെ എന്ത് മോട്ടിവേഷനാണ് കുട്ടിക്ക് കിട്ടുന്നത്? എക്സ്ട്രിൻസിക് ആണോ, ബാഹ്യ അഭിപ്രേരണയാണോ, ഇൻട്രിൻസിക് ആണോ, അതല്ലെങ്കിൽ ആന്തരിക അഭിപ്രേരണയാണോ, അല്ലെങ്കിൽ മോറൽ വാല്യൂ, അത് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്? എന്താണ് ഇവിടെ നമുക്കറിയാം. ഇവിടെ നമ്മൾ എന്ത് നോക്കിയാൽ മതി? മോട്ടിവേഷൻ ഏതാ നോക്കിയാൽ മതി. 2 മോട്ടിവേഷനാണ്. അതിൽ ബാഹ്യമായിട്ട് വരുന്നതാണോ ഇത്? അല്ല, സ്വയം ആ കുട്ടിക്ക് തോന്നുന്നല്ലേ. സോ ആൻസർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണ. ഇനി നോക്കൂ, ഈ വീഡിയോയിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത 15 ചോദ്യം അടുത്ത വീഡിയോയിൽ, ഇത് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും നോക്കൂ. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതി. നമുക്കറിയാം വൈഗോട്സ്കിയുടെ കൺസെപ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ വായനാ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഏതാണ്? മൈക്രോ ടീച്ചിങ് ആണോ? അല്ല. എക്സ്പീരിയൻഷ്യൽ മെത്തേഡ് ആണോ? അല്ല. ഡയലോജിക്കൽ ലേണിംഗ് ആണോ? അതുമല്ല. പിന്നെ ഏതാണ്? റെസിപ്രോക്കൽ ലേണിംഗ്, അല്ലെ? റെസിപ്രോക്കൽ ടീച്ചിങ്. ഇതാണ് എന്തിനു യൂസ് ചെയ്യുന്നത്? റീഡിങ് എക്സ്പീരിയൻസ് കുട്ടികളിൽ എന്ത് ചെയ്യുക, അതിന് പരിശീലനം നൽകാൻ ആ ഒരു മെത്തേഡാണ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോ 15 ചോദ്യങ്ങൾ എത്രത്തോളം ശരിയായെന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബാക്കിയുള്ള 15 ചോദ്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. താങ്ക് യു.